അടുത്തത് ഫ്ലോയിങ് ലിക്വിഡിലേക്ക് വരികയാണ്. നമ്മൾ ഇതുവരെ കൺസിഡർ ചെയ്തത് പാസ്കൽസ് ലോയില് ഫ്ലോയുടെ റെസ്റ്റിലാന്നാണ്. അപ്പം ഇതിന്റെ ലിക്വിഡ് ഫ്ലോ ചെയ്യാനുള്ള അസംഷനാണ് വിചാരിക്കുക. അപ്പോൾ നമ്മളൊരു പ്രത്യേക ടൈപ്പ് ഓഫ് ഫ്ലോ ആണ് ബേസ് ആയിട്ട് നമ്മൾ പഠിക്കണം. അത് സ്ട്രീം ലൈൻ ഫ്ലോ ആണ്. അപ്പൊ എന്താണ് സ്ട്രീം ലൈൻ ഫ്ലോ? സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റില് നമ്മളിപ്പോ ഈ ഒരു പോയിന്റ് എടുക്കുക, ക്യൂ എന്നുള്ള ഒരു ലിക്വിഡ് ഫ്ലോ ചെയ്യാണ്. ഫ്ലോ ചെയ്യാനായിട്ട് ഒരു ക്രോസ് സെക്ഷൻ എടുക്കുക. ഒരു പർട്ടിക്കുലർ ക്രോസ് സെക്ഷനിൽ ലിക്വിഡിലെ ഓരോ പോയിന്റിനും ഒരേ വെലോസിറ്റി എടുക്കും. അത് ഏത് ടൈം എടുത്താലും, അതായത് ഈ പോയിന്റില് ഇപ്പോഴും കുറെ സമയം കഴിഞ്ഞാലും ഒക്കെ ലിക്വിഡിന്റെ എല്ലാ പോയിന്റ്സിനും ഒരേ വെലോസിറ്റി. പക്ഷെ അത് വേറെ പോയിന്റ്സിന്റെ വെലോസിറ്റി ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അതായത് ലിക്വിഡ് ഫ്ലോയുടെ സമയത്ത് ഓരോ പോയിന്റിലും വ്യത്യസ്ത വെലോസിറ്റി ആയിരിക്കും. ബട്ട് ഓൾ ദോസ് വെലോസിറ്റീസ് ആർ കോൺസ്റ്റന്റ് ഇൻ ടൈം. അങ്ങനത്തെ ഫ്ലോ ഒക്കെ പറയുന്ന പേരാണ് സ്റ്റഡി സ്റ്റേറ്റ് ഫ്ലോ അല്ലെങ്കിൽ സ്ട്രീം ലൈൻ ഫ്ലോ. അപ്പൊ എന്താണ് സ്റ്റഡി സ്റ്റേറ്റ് ഫ്ലോ അല്ലെങ്കിൽ സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറയുന്നത്? സ്റ്റഡി സ്റ്റേറ്റ് ഫ്ലോ ഓർ സ്ട്രീം ലൈൻ ഫ്ലോ. സ്റ്റഡി സ്റ്റേറ്റ് ഫ്ലോ അല്ലെങ്കിൽ സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറയുന്നത്, ഇതിന് ഒരുപാട് പോയിന്റ്സ് ഡെഫിനിഷൻ ആയിട്ട് ഫസ്റ്റ് പോയിന്റ് എഴുതിയാൽ മതി. At any cross section of liquid flow, ലിക്വിഡ് ഫ്ലോ ചെയ്യണതിന്റെ ഏതെങ്കിലും ഒരു ക്രോസ് സെക്ഷൻ എടുത്താൽ ഓഫ് ലിക്വിഡ് ഫ്ലോന്റെ ഏതെങ്കിലും ഒരു ക്രോസ് സെക്ഷൻ എടുത്താൽ all the points or all the particles of fluid in that cross section has a velocity which is constant in time. അതായത് ടൈം വെച്ചിട്ട് ചേഞ്ച് ചെയ്യാത്ത വെലോസിറ്റി ആണ് ഒരു പോയിന്റ്. ഇപ്പൊ വേറെ ക്രോസ് സെക്ഷനിൽ വേറെ വെലോസിറ്റി ആയിരിക്കും. പക്ഷെ ആ ഓരോ വെലോസിറ്റിയും കോൺസ്റ്റന്റ് ഇൻ ടൈം ആയിരിക്കും. ഈസ് കോൺസ്റ്റന്റ് ഇൻ ടൈം. ഇനി സ്റ്റഡി സ്റ്റേറ്റ് ഫ്ലോന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാല്, ഒരു പാർട്ടിക്കിളിനെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യും. ഒരു ഫ്ലോ ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിനെ മാത്രം ഫോക്കസ് ചെയ്താൽ ആ പാർട്ടിക്കിളിന്റെ പാത്ത് ഒരു സ്മൂത്ത് ലൈൻ, ഒരു സ്മൂത്ത് കർവ് ആയിരിക്കും. ദാറ്റ് സ്മൂത്ത് കർവ് ഈസ് കോൾഡ് സ്ട്രീം ലൈൻ. അപ്പൊ മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഇൻ സ്ട്രീം ലൈൻ ഫ്ലോ, ഇൻ സ്റ്റഡി സ്റ്റേറ്റ് ഫ്ലോ ഞാൻ ഇടയ്ക്ക് പറയുന്നില്ല, കാരണം അതിന്റെ പോയിന്റ്സ് ആണ് പറയുന്നത്. മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ ട്രേസസ് ആണ് അത് കോൺ പാത്ത് ട്രേസസ് എ സ്മൂത്ത് കർവ് or line called stream line. സ്ട്രീം ലൈൻ ആയിട്ടാണ് ഓരോ പാർട്ടിക്കിളുടെ പാത്ത് ട്രേസ് ആവുക. മൂന്നാമത്തെ പോയിന്റ്, രണ്ട് സ്ട്രീം ലൈൻസ് തമ്മിൽ ക്രോസ് ചെയ്യൂല. അങ്ങനെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ അതിനെ സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് വിളിക്കില്ല. അതുകൊണ്ട് സ്ട്രീം ലൈൻ ഫ്ലോന്റെ വേറൊരു നേച്ചറാണ് ടു സ്ട്രീം ലൈൻസ് never cross each other. വേറൊരു കാര്യം, ഒരു പാർട്ടിക്കിൾ ഉണ്ട്, അയാൾ ഈ എൻഡിൽ എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ക്രോസ് സെക്ഷൻ വെച്ചാലും ആ പാർട്ടിക്കിളിന്റെ പാത്തിലൂടെ കടന്നു പോകണം. ദാറ്റ് മീൻസ് ഏത് ക്രോസ് സെക്ഷൻ എടുത്താലും അതിൽ നമ്പർ ഓഫ് സ്ട്രീം ലൈൻസ് ക്രോസ് ചെയ്യുന്ന നമ്പർ ഓഫ് സ്ട്രീം ലൈൻസ് സെയിം ആയിരിക്കും. സോ നമ്പർ ഓഫ് സ്ട്രീം ലൈൻസ് crossing a section. ഒരു സെക്ഷൻ ക്രോസ് ചെയ്യുന്ന നമ്പർ ഓഫ് സ്ട്രീം ലൈൻസ് ഈസ് ഓൾവേസ് സെയിം. Number of stream lines crossing a section is always same. അപ്പൊ ഈ പ്രോപ്പർട്ടീസ് ഒബേ ചെയ്യാത്ത ഫ്ലോ, ഈ പ്രോപ്പർട്ടീസ് ഒബേ ചെയ്യുന്ന ഫ്ലോ ആണ് സ്ട്രീം ലൈൻ ഫ്ലോ. ഈ പ്രോപ്പർട്ടീസ് ഒബേ ചെയ്യാത്ത ഫ്ലോ, the flow which does not obey these properties, ഈ പ്രോപ്പർട്ടീസ് ഒബേ ചെയ്യാത്ത ഫ്ലോക്ക് നമ്മൾ പറഞ്ഞ പേരാണ് is called turbulent flow. അപ്പൊ ടർബുലന്റ് ഫ്ലോയില് എന്താണ് സംഭവിക്കുക? ടർബുലന്റ് ഫ്ലോയില് രണ്ട് സ്ട്രീം ലൈൻസ് ക്രോസ്
ഉണ്ട്, ചില പോയിന്റ്സിലുള്ള വെലോസിറ്റികൾ ചേഞ്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ടർബുലന്റ് ഫ്ലോന്റെ പ്രോപ്പർട്ടി ഈ 4 പ്രോപ്പർട്ടി അല്ലാതൊക്കെ അതിന്റെ ഓപ്പോസിറ്റ് ആണ്, അറ്റ്ലീസ്റ്റ് ചില ലിക്വിഡിന്റെ ചില പോയിന്റുകളിലേക്ക്. അപ്പൊ ഇതാണ് സ്ട്രീം ലൈൻ ഫ്ലോന്റെ പ്രോപ്പർട്ടീസ്. അപ്പൊ ഇനി നമ്മൾ പഠിക്കുക ഐഡിയലി സ്ട്രീം ലൈൻ ഫ്ലോ മാത്രമാണ് ഈ ചാപ്റ്ററിൽ. അപ്പൊ സ്ട്രീം ലൈൻ ഫ്ലോയിലെ കേസിൽ പല ഇക്വേഷൻസ് അല്ല പല തിയറംസും ഒബേ ചെയ്യും. അതിലെ ഫസ്റ്റ് തിയറാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഇത് ബെർണോളിസ് പ്രിൻസിപ്പിളിന്റെ മുന്നോടിയായിട്ട് ഉള്ള ഒരു തിയറിയാണ്, ഒരു തിയറം ആണ്. അപ്പൊ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയുടെ പ്രത്യേകത ചെറിയ ഡെറിവേഷൻ ആണെങ്കിൽ പോലും ബോർഡ് എക്സാമിൽ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ബെർണോളിസ് തിയറം പ്രിൻസിപ്പിളിന്റെ അത്രയും പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഈ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിന്റെ ഡെറിവേഷൻ ഇഷ്ടംപോലെ പ്രാവശ്യം ബോർഡ് എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. വളരെ സിമ്പിൾ ആണ് കൺസെപ്റ്റ്. നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു നോൺ യൂണിഫോം ആയിട്ടുള്ള ഒരു ലിക്വിഡ് ഫ്ലോ സർഫസ് ആണ്. അതായത് ഇവിടെ ഏരിയ A1 ആണ്, ഇവിടുത്തെ ഏരിയ A2 ആണ്. ഒരേ ടൈമില് ഡെൽറ്റ ടി എന്ന ടൈമില് ഇവിടുന്ന് കുറച്ച് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്തു വിചാരിക്കും ഇങ്ങോട്ട്. സെയിം മാസ് ഓഫ് ഫ്ലൂയിഡ് തന്നെ അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടും ഫ്ലോ ചെയ്യണം. സോ മാസ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിങ് ഇൻ ഏരിയ 1 should be equal to mass of fluid flowing in area 2. അങ്ങനെ സംഭവിച്ചാലേ ഇത് സ്ട്രീം ലൈൻ ഫ്ലോ ആവുള്ളൂ. ഇത് സ്ട്രീം ലൈൻ ഫ്ലോ ആയ കാരണം നമുക്ക് എഴുതാൻ പറ്റുന്ന പ്രോപ്പർട്ടിയാണ്. എന്താണ് മാസ്? മാസ് ഈസ് വോളിയം ഇൻറ്റു ഡെൻസിറ്റി. അപ്പോൾ വോളിയം 1 ഇൻറ്റു ഡെൻസിറ്റി 1 ഈക്വൽ ടു വോളിയം 2 ഇൻറ്റു ഡെൻസിറ്റി 2. അങ്ങനെ എഴുതാൻ പറ്റും. ഇതില് ഡെൻസിറ്റി 1 ഉം ഡെൻസിറ്റി 2 ഉം സെയിം ആയിരിക്കും ഫ്ലൂയിഡ് ഇൻകംപ്രസിബിൾ അല്ലെങ്കിൽ, അതായത് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ആണെങ്കിൽ നമ്മൾ യൂഷ്വലി വാട്ടർ ഓയിലൊക്കെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് അത് പിന്നെ ഡെൻസിറ്റി ചേഞ്ച് ചെയ്യൂല, ഫ്ലോ ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആയിട്ടാണ് എടുക്കുക. അപ്പോൾ ഇഫ് ലിക്വിഡ് ഈസ് ഇൻകംപ്രസിബിൾ ആയിട്ട് നമ്മൾ ലിക്വിഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ρ1 ഈക്വൽ ടു ρ2 കൊടുക്കാം. അതിനെ ഞാൻ റോ എന്ന് എടുക്കുവാണ്. സോ V1 റോ ഈക്വൽ ടു V2 റോ എന്ന് എഴുതാം. വാട്ട് ഈസ് വോളിയം V1? V1 എന്ന് പറഞ്ഞാല് ഏരിയ ഇൻറ്റു ഇവിടുത്തെ ലെങ്ത്. ഇവിടുത്തെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ ക്രോസ് സെക്ഷനിലുള്ള വെലോസിറ്റി V1 ആണെങ്കിൽ V1 ഡെൽറ്റ ടി എന്ന ലെങ്ത് ആണ് ഇവിടെ ഫ്ലോ ചെയ്യും. ഇവിടുത്തെ വെലോസിറ്റി V2 ആണെങ്കിൽ V2 ഇൻറ്റു ഡെൽറ്റ ടി എന്ന ലെങ്ത് ആണ് ഇവിടെ ഫ്ലോ ചെയ്യാം. ഡിസ്റ്റൻസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം അല്ലേ. അപ്പൊ ഇവിടുത്തെ ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ V1 ഡെൽറ്റ ടിയും ഇവിടുത്തെ ലെങ്ത് V2 ഡെൽറ്റ ടിയും. വോളിയം എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു ലെങ്ത് ആണ്. സോ ഏരിയ A1 V1 ഡെൽറ്റ ടി റോ ഈക്വൽ ടു A2 V2 ഡെൽറ്റ ടി റോ. ഇത് നമുക്ക് ഡെൽറ്റ ടി റോ രണ്ട് സൈഡ് നമുക്ക് ക്യാൻസൽ ആയി പോയാൽ നമുക്ക് കിട്ടുക A1 V1 ഈക്വൽ ടു A2 V2 എന്നാണ്. ഇതാണ് നമുക്ക് ഡിറൈവ് ചെയ്യേണ്ട ഇക്വേഷൻ. ദാറ്റ് മീൻസ് ഏതൊരു പോയിന്റ് എടുത്താലും അവിടുത്തെ ഏരിയ ഇൻറ്റു വെലോസിറ്റി എന്നുള്ളത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഓർ സ്ട്രീം ലൈൻ ഫ്ലോ ആണെങ്കിൽ സോ AB ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചാല് ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുക. At any point in a streamline flow, area into velocity equal to constant ആയിരിക്കും. Or നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം area is inversely constant അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ inversely proportional to velocity ആണ്. അതായത് ഈ നാരോ ഏരിയയിൽ വെലോസിറ്റി കൂടുതലും വൈഡ് ഏരിയയിൽ വെലോസിറ്റി കുറവായിരിക്കും. ഏരിയ കൂടിയ സ്ഥലത്ത് വെലോസിറ്റി കുറവായിരിക്കും. അത് അതിന്റെ റീസൺ. അപ്പോ എക്സാമ്പിൾ ഇങ്ങനത്തെ ഓരോ ക്രോസ് സെക്ഷന്റെ ഫിഗർ ഒക്കെ തന്നിട്ട് ചോദിക്കാം. ഇങ്ങനെ ഒരു ക്രോസ് സെക്ഷന്റെ ഫിഗർ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഇതില് Q എന്ന ഏരിയ Q എന്ന ഏരിയയിൽ ഏരിയ കൂടുതലായതുകൊണ്ട് വെലോസിറ്റി ഇവിടെ കുറവായിരിക്കും. പിയിൽ ഉള്ളതിനേക്കാളും വെലോസിറ്റി കുറവായിരിക്കും. ഇവിടെ നാരോ ഭാഗത്താണ് വെലോസിറ്റി കൂടുതൽ. അതാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിന്റെ ഇമ്പോർട്ടൻസ്. നമുക്ക് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് നമ്മൾ കിടക്കുന്നത് ഇറ്റ് ഈസ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. ബെർണോളിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ചെയ്യാൻ ബെർണോളിസ് പ്രിൻസിപ്പിളിന്റെ പിന്നെ ഈ പ്രൂഫ് ഒക്കെ ആയിട്ട് ബോർഡ് എക്സാം സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഡെറിവേഷൻസ് ആണ്.
അപ്പോൾ ഇത് നമുക്ക് പല രീതിയിൽ ഇതിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് ആദ്യം പഠിക്കാം. അതിന് മുമ്പ് ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ, ഇതിന് ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്ത് ബേസ് ചെയ്തിട്ടാണ്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഇനി അപ്പൊ എനർജി കൺസർവേഷൻ ആണ് ഇതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ. ഇനി സ്റ്റേറ്റ്മെന്റ് എന്താണ്? സ്റ്റേറ്റ് ബെർണോളിസ് പ്രിൻസിപ്പിൾ ആണ്. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെങ്കിൽ സ്റ്റേറ്റ്മെന്റ് എഴുതണം. സ്റ്റേറ്റ് ആൻഡ് പ്രൂഫ് ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റും പ്രൂഫും കൂടെ എഴുതണം. പ്രൂഫിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് സ്റ്റേറ്റ്മെന്റ്? സം ഓഫ് പ്രഷർ, പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം ആൻഡ് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം is a constant in a streamline flow of an incompressible liquid. അപ്പോൾ ആ സ്ട്രീംലൈൻ ഫ്ലോ ഇൻകംപ്രസിബിൾ ലിക്വിഡ് അവിടെ നിൽക്കട്ടെ. എന്താണ് സംഭവം? ഏതൊരു പോയിന്റിലെ പ്രഷർ എടുത്താലും, ആ ഏതൊരു പോയിന്റിലെ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം എടുത്താലും, കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം എടുത്താലും, അതിന്റെ മൂന്നിനും കൂടെ സമ്മ് ഏതൊരു പോയിന്റിലും കോൺസ്റ്റന്റ് ആയിരിക്കും. ഏത് ടൈപ്പ് ഫ്ലോ ആണെങ്കിൽ, സ്ട്രീംലൈൻ ഫ്ലോ ആണെങ്കിൽ, അത് ഏത് ടൈപ്പ് ലിക്വിഡിന്റെ ആണെങ്കിൽ, ഇൻകംപ്രസിബിൾ ലിക്വിഡിന്റെ ആണെങ്കിൽ. ഇതാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. ഈ ബെർണോളിസ് പ്രിൻസിപ്പിളിന്റെ പ്രൂഫിലേക്കാണ് നമ്മൾ പോകുന്നത്. പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഫിഗറിൽ നിന്നാണ്. എന്താണ് ഈ ഫിഗർ? ഒരു നോൺ യൂണിഫോം ആയിട്ടുള്ള ഒരു പൈപ്പിലൂടെ വാട്ടർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലിക്വിഡ് ഫ്ലോ ചെയ്യാണ്. ഈ ലിക്വിഡിന്റെ ഈ പാർട്ടിലുള്ള വെലോസിറ്റി v1, ഈ പാർട്ടിലുള്ള വെലോസിറ്റി v2. ഇവിടുന്ന് v1 ഡെൽറ്റ ടി എന്ന ഒരു ഡെൽറ്റ ടി ടൈമാണ് v1 ഡെൽറ്റ ടി എന്ന ഒരു ഡിസ്റ്റൻസ് ഇവിടുത്തെ ലിക്വിഡ് ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഞാൻ ഈ ഒരു പോർഷൻ ആണ് കൺസിഡർ ചെയ്യുന്നത്. സിമിലർലി ഇവിടെ v2 ഡെൽറ്റ ടി എന്നുള്ള പോർഷൻ ആണ് കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ പ്രഷർ p1, ഇവിടെയുള്ള പ്രഷർ p2. ഇത് വ്യത്യസ്ത ഹൈറ്റിലുള്ള പോയിന്റ്സ് ആണ്. അപ്പൊ ഇത് ഹൈറ്റ് h1 ആണുള്ളത്, ഈ ഹൈറ്റ് h2 ആണ്. അപ്പൊ ഈ ഫിഗർ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഡെറിവേഷൻ. ഫിഗർ ഇത്തരം പാരാമീറ്റേഴ്സ് മാർക്ക് ചെയ്ത് വരയ്ക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി എന്താണ് നമുക്ക് രണ്ടാമത് ചെയ്യാൻ പറ്റുക? ഇതിന്റെ ഇവിടെ നമ്മൾ വർക്ക് എനർജി തിയറം. എന്താണ് വർക്ക് എനർജി തിയറം? വർക്ക് എനർജി പവർ നമ്മൾ പഠിക്കണം. വർക്ക് എനർജി തിയറം, ടോട്ടൽ വർക്ക് ഡൺ ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ആ വർക്ക് എനർജി തിയറം ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ആരൊക്കെയാണ് ഇവിടെ വർക്ക് ചെയ്യണത്? വർക്ക് ചെയ്യണത് പ്രഷർ. ഒരു വർക്ക് ചെയ്യുന്നത് പ്രഷറാണ്. രണ്ടാമത് ഇവിടെ വർക്ക് ചെയ്യുന്നത് ഗ്രാവിറ്റേഷൻ ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പൊ ഞാൻ ബൈ വർക്ക് എനർജി തിയറം പ്രകാരം വർക്ക് ഡൺ ബൈ പ്രഷർ പ്ലസ് വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അങ്ങനെയാണ് വർക്ക് എനർജി. ടോട്ടൽ വർക്ക് എന്നാണ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഇനി എന്താണ് വർക്ക് ഡൺ ബൈ പ്രഷർ? വർക്ക് ഡൺ ബൈ പ്രഷർ എന്ന് പറഞ്ഞാല് ഇവിടെയുള്ള ഏരിയ A1 ആണ്. അപ്പൊ ഇവിടെയുള്ള ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് ഇവിടെയുള്ള പ്രഷർ ചെയ്യുന്ന വർക്ക്. സോ നമുക്ക് വർക്ക് ഡൺ ബൈ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാം. ഏതൊക്കെ പ്രഷർ ഉണ്ട് ഇവിടെ? ഇവിടുത്തെ കേസില് ഈ പ്രഷർ P1 എന്ന പ്രഷർ ഉണ്ട്. അത് ചെയ്യുന്ന വർക്ക് P1 A1 എന്ന ഫോഴ്സ് ആണുള്ളത് into v1 delta t. So P1 A1 എന്ന ഫോഴ്സ്, ഡിസ്പ്ലേസ്മെന്റ് v1 delta t. Force into displacement is work. ഇവിടുത്തെ കേസിലാണെങ്കിൽ P2 A2 v2 delta t. ഇതേ കൺസെപ്റ്റ് വെച്ചിട്ട് v2 delta t. പക്ഷെ ഇവിടുത്തെ കേസില് ഫ്ലൂയിഡ് ഫ്ലോ അങ്ങോട്ടും പ്രഷർ ഇങ്ങോട്ടും ആയതുകൊണ്ട് ഈ പ്ലസ് ഇവിടുത്തെ കേസിൽ നെഗറ്റീവ് സൈൻ വരും. മോറോവർ ഇവിടുത്തെ കേസിൽ A1 into v1 delta t എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ചേഞ്ച് ഇൻ വോളിയം ആണ്. ഇവിടുത്തെ നമുക്ക് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിന്ന് A1 v1 ഉം A2 v2 സെയിം ആണ്. അപ്പൊ ഇൻറ്റു ഡെൽറ്റ ടി ഈ ഒരു ഫാക്ടർ വരുന്നത് ചേഞ്ച് ഇൻ വോളിയം ആണ്. അത് രണ്ട് സ്ഥലത്തും സെയിം ആണ് ബൈ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. സോ ഫ്രം ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി നമുക്ക് എന്ത് എഴുതാൻ പറ്റും? വർക്ക് ഡൺ ബൈ പ്രഷർ ഈക്വൽ ടു P1 ഡെൽറ്റ വി മൈനസ് P2 ഡെൽറ്റ വി. ഇതിന് ഡെൽറ്റ വി കോമൺ ആയിട്ട് എടുത്താൽ P1 മൈനസ് P2 ഇൻറ്റു ഡെൽറ്റ വി. ഇതാണ് വർക്ക് ഡൺ ബൈ പ്രഷർ കിട്ടുക.
work done by pressure. Equation number 1. ഇനി വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി കിട്ടണം. വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഈ വോളിയം ലിക്വിഡ് ഇവിടെ എത്താൻ ഗ്രാവിറ്റി എത്ര വർക്ക് ചെയ്യും? ഗ്രാവിറ്റി ചെയ്യുന്ന വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി ഈസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ഇവിടെ mg ആണ്. ഇൻടു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ h2 - h1 എന്ന ഹൈറ്റ് ആണ്. കാരണം ഈ ഹൈറ്റിലേക്കാണ് ലിക്വിഡിനെ ലിഫ്റ്റ് ചെയ്യുന്നത്. സോ ടോട്ടൽ h2 ന്ന് h1 സബ്ട്രാക്ട് ചെയ്ത ഹൈറ്റ്. പക്ഷെ ആ ഡിസ്പ്ലേസ്മെന്റ് മേലേക്കും ഗ്രാവിറ്റിയുടെ ഫോഴ്സ് താഴേക്കും ആയതുകൊണ്ട് വർക്ക് നെഗറ്റീവ് ആയിരിക്കും. സോ -mg × h2 - h1. രണ്ട് ഇക്വേഷൻസ് കിട്ടി നമുക്ക്. ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2. വേണമെങ്കിൽ ഇക്വേഷൻ നമ്പർ 2 ഒന്ന് മോഡിഫൈ ചെയ്യാം നമുക്ക്. ഇവിടെ വോളിയം ചേഞ്ച് ഉണ്ട്. ആ വോളിയം ചേഞ്ചിന്റെ ടേംസിൽ മാസ് എന്ന് പറഞ്ഞാൽ വോളിയം ചേഞ്ച് ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു ജി ഇൻറ്റു h2 - h1. ഈ ഫോമിലേക്ക് മാറ്റാം. അതായത് വോളിയം ചേഞ്ച് ഇൻറ്റു ഡെൻസിറ്റി ആണ് ഇവിടുത്തെ മാസ്. ആ സ്മോൾ വോളിയം ആണ് ഡെൽറ്റ. ഇക്വേഷൻ നമ്പർ 2. ഇനി നമ്മുടെ മെയിൻ വർക്ക് എനർജി തിയറത്തിന്റെ ഇക്വേഷനിൽ നമുക്ക് വർക്ക് ഡൺ ബൈ പ്രഷർ കിട്ടി, വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി കിട്ടി. ഇനി ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആണ് കിട്ടേണ്ടത്. എങ്ങനെയാണ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി കിട്ടുക? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈക്വൽ ടു ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി. That is half m into v2 square minus v1 square. അതായത് ഫൈനൽ മൈനസ് ഇനീഷ്യൽ. ഇനി മാസ് ഇതേപോലെ നമുക്ക് half into delta v rho into v2 square minus v1 square. ഇതാണ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഇക്വേഷൻ നമ്പർ 3. ഈ മൂന്ന് ഇക്വേഷൻസ് കൂടെ കമ്പൈൻ ചെയ്താൽ നമുക്ക് ബൈ വർക്ക് എനർജി തിയറം നമുക്ക് എന്തെഴുതാൻ പറ്റും? ഈ രണ്ടെണ്ണം കൂട്ടിയാൽ വർക്ക് ഡൺ ബൈ പ്രഷർ പ്ലസ് വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഇപ്പൊ മൈനസ് വർക്ക് ഡൺ ബൈ പ്രഷർ എന്താണ്? P1 - P2 × delta V. So using equations 1, 2 and 3 നമുക്ക് എന്തെഴുതാൻ പറ്റും? P1 - P2 × delta V. ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ ഗ്രാവിറ്റി മൈനസ് delta V rho g into h2 - h1 equal to change in kinetic energy equation 3 ന്ന് half delta V rho into v2 square minus v1 square. ഈ ടേംസ് എല്ലാത്തിനും delta V ഞാൻ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ബാക്കി P1 - P2 minus rho g into h2 - h1 okay equal to ഈ delta V പോയ half rho into v2 square minus v1 square. ഞാൻ ബ്രാക്കറ്റ്സ് ഒക്കെ ഓപ്പൺ ചെയ്യാണ്. സോ P1 - P2 minus rho g h2 plus rho g h1 minus rho g h2 plus rho g h1 equal to half rho v2 square minus half rho v1 square. ഈ 1 എന്ന ഇൻഡെക്സ് കൊടുത്തിട്ടുള്ള ടേംസ് എല്ലാം ഒരു സൈഡിലും 2 എന്ന ഇൻഡെക്സ് കൊടുത്തിട്ടുള്ള ടേംസ് എല്ലാം മറ്റേ സൈഡിലും ആക്കി കൊടുക്കുക. അപ്പൊ P1 നെ അവിടെ നിലനിർത്താം. ഈ മൈനസ് ഹാഫ് റോ v1 സ്ക്വയറിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ പ്ലസ് ഹാഫ് റോ v1 സ്ക്വയർ പ്ലസ് ഓൾറെഡി ഇവിടെയുള്ള റോ g h1 ഈക്വൽ ടു P2 നെ ഇങ്ങോട്ട് എടുത്താൽ P2 മൈനസ് P2 ഉള്ളത് പ്ലസ് P2. അവിടെ ഓൾറെഡി ഉള്ള ഹാഫ് റോ v2 സ്ക്വയർ അവിടെ ഉണ്ട്. മൈനസ് റോ ജി എച്ച് ടു അപ്പുറത്തേക്ക് എടുത്താൽ പ്ലസ് റോ ജി എച്ച് ടു. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുക? ഏതൊരു പോയിന്റ് എടുത്താലും അവിടുത്തെ പ്രഷർ പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് എച്ച് റോ ജി ഈക്വൽ ടു പ്രഷർ പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് എച്ച് റോ ജി ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ് ഏത് പോയിന്റ് എടുത്താലും. ഇനി നമ്മുടെ സ്റ്റേറ്റ്മെന്റിലേക്ക് നോക്കി നോക്കുക. പ്രഷർ ഓക്കെ. ഈ എച്ച് റോ ജി എന്ന് പറഞ്ഞാൽ എം ജി എം റോ ഇവിടുത്തെ കേസില് ഈ എച്ച് റോ ജി എന്നുള്ളതിനെ നമുക്ക് ഈ വെയിറ്റ് മാസ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജിയുടെ കേസ് എടുത്താൽ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി എം ജി എച്ച് ആണ്. ബൈ വോളിയം ചെയ്താലാണ് എച്ച് റോ ജി. സോ ഈ ടേം പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം ആണ്. ഈ ടേം
കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം ആണ്. ഇത് പ്രഷറാണ്. സോ പ്രഷർ പ്ലസ് kinetic energy per unit volume plus potential energy per unit volume equal to constant എന്ന Bernoulli's principle കിട്ടും. ഇനി രണ്ട് ലെവൽസും സെയിം ആണെങ്കിൽ ഈ HROG എന്നുള്ള ടേം ഉണ്ടാവില്ല, കാരണം ഹൈറ്റ് ഡിഫറൻസ് ആണ് h. അപ്പോൾ p plus half rho v square equal to constant എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് Bernoulli's തിയറത്തിന്റെ പ്രൂഫ്. ഈ പ്രൂഫ് ഇതുവരെ ഉള്ള ഡെറിവേഷൻ ആണ്. 3-4 മാർക്കിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമുക്ക് ഇനി Bernoulli's പ്രിൻസിപ്പിളിന്റെ കുറച്ച് അപ്ലിക്കേഷൻസ് നോക്കാം. ആദ്യത്തെ രണ്ട് അപ്ലിക്കേഷൻസ് ആദ്യം നോക്കാം. സ്പീഡ് ഓഫ് എഫ്ലക്സ് അല്ലെങ്കിൽ ടോറിസെല്ലിസ് ലോ ആണ് ഫസ്റ്റത്തെ അപ്ലിക്കേഷൻ. ഈ അപ്ലിക്കേഷൻ സ്റ്റേറ്റ്മെന്റ് എന്താണ് ടോറിസെല്ലിസ് ലോ എന്നതിന്റെ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഇക്വേഷൻ ലാസ്റ്റ് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ ഒരു സിസ്റ്റം കൺസിഡർ ചെയ്ത് ക്ലോസ്ഡ് കണ്ടെയ്നർ, അതിന്റെ സർഫസിൽ ഈ ഭാഗത്തുള്ള പ്രഷർ പി ആണ്. ആ പി എന്നുള്ള പ്രഷറിൽ ഉള്ള ആള് y2 എന്ന ഹൈറ്റിലാണ് പോകുന്നത്. ഓക്കെ, ഈ കണ്ടെയ്നറിന് ചെറിയൊരു ഹോൾ, ഓറിഫിസ് എന്നാണ് നമ്മൾ വിളിക്കുക. ഓറിഫിസ് ഇവിടെ ഉണ്ട്, ഒരു ഹോൾ, ഒരു ചെറിയ ഹോളാണ്. ആ ഹോള് ഡെപ്ത് എച്ചിലാണ് ഉള്ളത്. ആ ഹോളിൽ നിന്ന് പുറത്തേക്ക് ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നതിന്റെ വെലോസിറ്റിയാണ് v1. ഓക്കെ, അപ്പോ ഈ സർഫസിന്റെ ഏരിയ a2, വലിയ ഏരിയയാണ്. ഓറിഫിസിന്റെ ഏരിയ a1, അത് ചെറിയ ഏരിയയാണ്. വളരെ ചെറിയ ഓറിഫിസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഈ ഓറിഫിസിലൂടെ വെലോസിറ്റി, എത്ര വെലോസിറ്റിയിലാണ് ലിക്വിഡ് ഫ്ലോ ചെയ്യുക നമ്മൾ കൺസിഡർ ചെയ്യാണ്. ബെർണോളിസ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ലെവലാണ് റെഫറൻസ് എടുക്കുന്നത്. അപ്പൊ ഈ റെഫറൻസ് ലെവലിൽ ഇവിടെയുള്ള ഹൈറ്റ് y2, ഈ 1 എന്നുള്ള പോയിന്റിലേക്കുള്ള ഹൈറ്റ് 1. ഇതാണ് നമ്മൾ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇത് സെക്കൻഡ് പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എഴുതാം ബൈ ബെർണോളിസ് പ്രിൻസിപ്പിൾ. ബെർണോളിസ് പ്രിൻസിപ്പിൾ നമുക്ക് എന്ത് എഴുതാം? ഫസ്റ്റ് പോയിന്റിലുള്ള പ്രഷർ P1 പ്ലസ് H1 rho g പ്ലസ് ഹാഫ് rho V1 സ്ക്വയർ ഈക്വൽ ടു P2 പ്ലസ് H2 rho g പ്ലസ് ഹാഫ് rho V2 സ്ക്വയർ. ഇതാണല്ലോ ബെർണോളിസ് പ്രിൻസിപ്പിൾ. ഇനി ഇതില് കുറച്ച് മോഡിഫിക്കേഷൻസ് കൂടെ വരുത്താനുണ്ട്. ഒന്നാമത്തെ കാര്യം V2 ഇവിടുത്തെ ബൈ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി, എന്താണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി? A1 B1 ഈക്വൽ ടു A2 V2 ആണ്. സോ V2 എന്ന് പറഞ്ഞാൽ A1 by A2 ടൈംസ് V1 ആണ്. നമുക്ക് ഓൾറെഡി അറിയാം A1 ഈസ് മച്ച് ലെസ് ദാൻ A2. അതുകൊണ്ട് തന്നെ V2 എന്നുള്ളത് മച്ച് ലെസ് ദാൻ V1 ആണ്. ഞാൻ V2നെ അപ്രോക്സിമേറ്റ്ലി 0 ആയിട്ട് എടുക്കാം. അപ്പൊ ഈ ടേം ഇവിടെ നിന്ന് വാനിഷ് ആവും. ഈ ടേം ഇല്ല. ഇനി P1 എന്ന പ്രഷർ ഇവിടെ അറ്റ്മോസ്ഫിയർ ആയിട്ട് കോണ്ടാക്ട് ഉള്ളതുകൊണ്ട് P1 എന്ന പ്രഷർ PA അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ്. ഫസ്റ്റത്തെ പോയിന്റിലുള്ള ഹൈറ്റ് y1 ആണ്. സോ y1 rho g പ്ലസ് ഹാഫ് rho V1 സ്ക്വയർ ഈക്വൽ ടു P2 എന്ന പ്രഷർ P ആയിട്ടാണ് എടുക്കുന്നത്. ഇവിടെ P പ്ലസ് H2 എന്ന് പറഞ്ഞാൽ y2 rho g. സോ v വെലോസിറ്റി ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഈ വെലോസിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേര്, പുറത്തേക്ക് ഈ തള്ളി വരുന്ന ഈ വെലോസിറ്റി നമ്മൾ വിളിക്കുന്ന പേരാണ് വെലോസിറ്റി ഓഫ് എഫ്ലക്സ്. v1. ഈ v1 ആണ് കണ്ടുപിടിക്കേണ്ടതുകൊണ്ട് ഞാൻ ഈ ഹാഫ് റോ v1 സ്ക്വയറിനെ ഈ സൈഡിൽ നിർത്തുകയാണ്. ബാക്കി എല്ലാ ടേമിനെയും അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പൊ P അവിടെ ഉണ്ട്. P അപ്പുറത്തേക്ക് എടുത്താൽ P മൈനസ് PA പ്ലസ് y2 rho g ഓൾറെഡി ഉണ്ട്. ഈ y1 rho g അങ്ങോട്ട് വന്നാൽ y2 മൈനസ് y1 ടൈംസ് rho g. അല്ലേ? സോ വാട്ട് ഈസ് y2 മൈനസ് y1? ഈ ഫിഗറിന് y2 മൈനസ് y1 ആണ് ഹൈറ്റ് h. Therefore half rho v1 square equal to P minus PA plus h rho g. ഇനി നമുക്ക് v1 സ്ക്വയറിനെ ഐസൊലേറ്റ് ചെയ്യണം. സോ എല്ലാ ടേമിനെയും ഈ 2 by rho കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 by rho കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ v1 സ്ക്വയർ മാത്രം വരും. സോ v1 സ്ക്വയർ ഈക്വൽ ടു 2 by rho ടൈംസ് P minus PA plus 2 by rho ടൈംസ് h rho g. ഈ റോ ക്യാൻസൽ ചെയ്താൽ ഇവിടെ 2gh ആണ് വരിക. സോ v1 സ്ക്വയർ
root എടുത്തു. So V1 equal to root of 2 by rho times P minus PA plus 2GH. ഇതാണ് വെലോസിറ്റി ഓഫ് എക്ലിപ്സിന്റെ ജനറൽ ഫോർമുല. നമ്മൾ കൺസിഡർ ചെയ്യാണ് if P equal to PA, അതായത് മേലത്തെ ഓപ്പൺ കണ്ടെയ്നർ ആണെന്ന് വിചാരിക്കാം. സോ ഓപ്പൺ കണ്ടെയ്നർ ആണെങ്കിൽ P equal to PA ആയിരിക്കും. P equal to PA ആയാൽ ഈ ഡിഫറൻസ് 0 ആയി. സോ ഈ ടേം 0 ആയി. സോ V1 will be equal to root 2GH. ഓക്കേ അല്ലേ? അപ്പോൾ ഈ റൂട്ട് 2GH എന്നുള്ളത് എന്തായിരുന്നു? പണ്ട് നമ്മൾ പഠിച്ച മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിൽ ഒരു സ്റ്റോൺ മേലെ നിന്ന് താഴേക്ക് ഡ്രോപ്പ് ചെയ്യുമ്പോൾ h ഹൈറ്റിൽ ഡ്രോപ്പ് ചെയ്യുമ്പോൾ താഴെ എത്തുമ്പോഴുള്ള വെലോസിറ്റിയാണ്. സെയിം ഫോർമുലയാണ് പുറത്തേക്ക് വെലോസിറ്റി, ലിക്വിഡിന്റെ ഫ്ലോറിന്റെ പുറത്തേക്കുള്ള വെലോസിറ്റി എന്ന് പ്രൂവ് ചെയ്തത് ടോറിസെല്ലിയാണ്. സോ ദിസ് പർട്ടിക്കുലർ ഇക്വേഷൻ is called Torricelli's law. ഇത് Torricelli's law എന്നുള്ളത് ഒരു ക്ലിയർ ആപ്ലിക്കേഷൻ ഓഫ് Bernoulli's പ്രിൻസിപ്പിൾ ആണ്. ഇനി നമ്മൾ വേറൊരു ആപ്ലിക്കേഷൻ നോക്കാം. ദാറ്റ് ഈസ് വെഞ്ചുറി മീറ്റർ. ഒരു വെഞ്ചുറി മീറ്ററിൽ നമ്മൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഭയങ്കര നാരോ ഏരിയയും ഒരു വൈഡ് ഏരിയയും ഉള്ള ഒരു ട്യൂബ് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ട്യൂബില് നമുക്ക് മനസ്സിലാവേണ്ട കാര്യം, ഇതിൽ എപ്പോഴും നമുക്ക് ലോജിക്കലി ഉള്ള ക്വസ്റ്റ്യൻസും Bernoulli's പ്രിൻസിപ്പിൾ ഉണ്ടാവാറുണ്ട്. മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല് ഏരിയ കൂടിയ സ്ഥലത്ത് വെലോസിറ്റി കുറവായിരിക്കും, ഏരിയ കൂടുതലുള്ള സ്ഥലത്ത് വെലോസിറ്റി കുറവായിരിക്കും. സോ ഇവിടെ വെലോസിറ്റി കുറവാണ്. ഏരിയ കുറഞ്ഞ സ്ഥലത്ത് വെലോസിറ്റി കൂടുതലായിരിക്കും. സോ ഇവിടെ വെലോസിറ്റി കൂടുതലാണ്. ഇനി Bernoulli's പ്രിൻസിപ്പിളിന്റെ ആപ്ലിക്കേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ സെയിം ഹൈറ്റ് ഉള്ള പോയിന്റ്സ് ആണെങ്കിൽ പ്രഷറും വെലോസിറ്റിയും തമ്മിൽ ആഡ് ചെയ്താൽ, ഈ ടേംസ് രണ്ടും തമ്മിൽ ആഡ് ചെയ്താൽ കോൺസ്റ്റന്റ് ആണ് കിട്ടേണ്ടത്. സോ വെലോസിറ്റി കൂടിയ സ്ഥലത്ത് പ്രഷർ കുറവാണ്. ഓക്കെ, സോ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഏരിയ, ഈ ഒരു സംഭവം മനസ്സിലാക്കുക, ഏരിയ കൂടിയ സ്ഥലത്ത് വെലോസിറ്റി കുറവാകും. ഇത് ഏതാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഇനി Bernoulli's തിയറത്തിൽ വെലോസിറ്റി കുറഞ്ഞ സ്ഥലത്ത് പ്രഷർ കൂടുതലാവണം, എന്നാലേ കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്താൻ പറ്റുള്ളൂ. സോ പ്രഷർ കൂടുതലാവണം. നമ്മളപ്പോ നേരിട്ട് ആലോചിച്ചാൽ മതി, ഏരിയ കൂടിയെടുത്ത് പ്രഷർ കൂടുതലും ഏരിയ കുറഞ്ഞ സ്ഥലത്ത് പ്രഷർ കുറവായിരിക്കും. അതാണ് വെഞ്ചുറി മീറ്ററിന് മെയിൻ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഇത് ഡിറൈവ് ചെയ്യുന്നതിന് മുമ്പ്. അതായത് ഇവിടെ പ്രഷർ കൂടുതലുള്ളത് ഏരിയ കൂടിയ സ്ഥലത്തായിരിക്കും. കോമ്പിനേഷൻ ഓഫ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ആൻഡ് Bernoulli's പ്രിൻസിപ്പിൾ വെച്ചിട്ട് ഏരിയ കൂടിയ സ്ഥലത്ത് പ്രഷർ കൂടുതലായിരിക്കും. അപ്പൊ ഇവിടെ അതുകൊണ്ടാണ് പ്രഷർ കൂടിയിട്ട് ഇവിടെ താഴ്ന്നു നിൽക്കുന്നത്. സിമിലർലി ഇവിടുത്തെ പ്രഷർ കുറവായിരിക്കും, ഈ വെലോസിറ്റി കൂടുതലായതുകൊണ്ട്. കാരണം ഇവിടെ ഹൈറ്റ് എക്സിൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ സംഭവം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം. സെയിം ഹൈറ്റ് ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. സോ ഹൈറ്റ് ഡിഫറൻസ് ഇല്ല. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇവിടെ എടുക്കുന്നത് P1 പ്ലസ് half rho V1 square equal to P2 plus half rho V2 square എന്ന് മാത്രമാണ്. ഓക്കെ, സോ ഇവിടുത്തെ കേസിൽ നമുക്ക് ഓൾറെഡി അറിയാം ഈ P1 ആണ്, ഇവിടുത്തെ പ്രഷർ P1, ഇവിടുത്തെ പ്രഷർ P2 ആണ്. സോ P1 മൈനസ് P2 ഞാൻ എടുക്കണം ഈക്വൽ ടു half rho V1 square, സോ V2 square ആണ് മൈനസ് half rho V1 square. ഈ P1 മൈനസ് P2 എന്നുള്ളത് മെഷർ ചെയ്യാനാണ് ഇവിടെ ഒരു യു ഷേപ്ഡ് ട്യൂബ് വെച്ചിട്ടുള്ളത്. അപ്പൊ ഈ പ്രഷർ ഡിഫറൻസ്, ഇവിടെ ഉള്ള പ്രഷർ ഡിഫറൻസ് P1 മൈനസ് P2 എന്ന പ്രഷർ ഡിഫറൻസ് ഈ H ഇവിടെ മെർക്കുറി ആണ് നിറച്ചെന്നുണ്ടെങ്കിൽ റോ മെർക്കുറി G ആയിരിക്കും. ഞാൻ റോ മെർക്കുറി എന്ന് പർട്ടിക്കുലർലി കാണിക്കാനുള്ള റീസൺ, ഇവിടെ ഫ്ലോ ചെയ്യുന്ന ലിക്വിഡിന്റെ ഡെൻസിറ്റി റോ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആ റോ അല്ല ഇത് ഇവിടെ പ്രഷർ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലിക്വിഡ് H റോ mg. സോ P1 മൈനസ് P2 ഇനി മുതൽ ഞാൻ H റോ മെർക്കുറി G എന്ന് കൊടുക്കാണ് ഈക്വൽ ടു ഹാഫ് റോ ഇൻറ്റു V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ എന്നാണ്. ഈ ഹാഫ് റോ ഇൻറ്റു V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ എന്നാണ്. നമുക്ക് ഇതിൽ ഒരു വെലോസിറ്റിനെ എലിമിനേറ്റ് ചെയ്യണം. അപ്പൊ ഇതിന് ഇക്വേഷൻ നമ്പർ 1 കാണിക്കാം. ഇനി ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എപ്പോഴും നമ്മൾ യൂസ് ചെയ്യും വെലോസിറ്റി ഏതെങ്കിലും ഒന്നിന്ന് മറ്റത് കണ്ടുപിടിക്കാൻ. സോ നമുക്ക് ഇവിടെയുള്ള ഏരിയ എ ആണ്, ക്യാപിറ്റൽ എ, ഇവിടെയുള്ള ഏരിയ സ്മോൾ എ ആണ്. സോ ക്യാപിറ്റൽ എ ഇൻറ്റു ഇവിടുത്തെ വെലോസിറ്റി V1, ഇവിടുത്തെ വെലോസിറ്റി V2. സോ ക്യാപിറ്റൽ എ ഇൻറ്റു V1 ഈക്വൽ ടു സ്മോൾ എ ഇൻറ്റു V2.
അപ്പൊ എന്താ നമുക്ക് കിട്ടുക? ഇവിടുത്തെ കേസിലെ വെലോസിറ്റി 1 ഉം ഇവിടുത്തെ വെലോസിറ്റി v1 v2. അപ്പൊ എന്താ നമുക്ക് കിട്ടുക? ഇക്വേഷൻ കണ്ടിരിക്കുന്നത് v1 by v2 or v2 equal to a by a v1. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ h rho m g, substituting this in equation 1. എന്താ കിട്ടുക? h rho m g equal to half rho into v2 square പകരം ഇതിന്റെ സ്ക്വയർ. സോ a square by a square into v1 square minus v1 square. ഇതിന് v1 square കോമൺ ആയിട്ട് എടുക്കാം. സോ v1 square half rho v1 square equal to into ഇവിടെ ബാക്കി a square by a square minus 1. ഇതിൽ നിന്ന് v1 square ഐസൊലേറ്റ് ചെയ്യണം. സോ ബാക്കി ടേംസിനെ ഇപ്പൊ ഞാൻ ആദ്യത്തെ സ്റ്റെപ്പ് ആയിട്ട് 2 by rho നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 2 by rho into h rho m g. ഓക്കെ, ഇനി a square by a square minus 1 നിങ്ങളുടെ താഴത്തേക്ക് എടുക്കുക. സോ a square by a square minus 1. ഇത്രയും ചെയ്താൽ നമുക്ക് കിട്ടുന്നത് v1 square ആണ്. സോ v1 എന്തായിരിക്കും? ഇതിന്റെ റൂട്ട്. സോ ഇങ്ങനെ വെലോസിറ്റി v1 കണ്ടുപിടിക്കാം. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് വെലോസിറ്റി v2 കണ്ടുപിടിക്കാം. സോ ഇതാണ് ഡെറിവേഷൻ. വെഞ്ചറിമീറ്ററിന്റെ ഡെറിവേഷൻ വെച്ചാൽ ഇതാണ്. പക്ഷേ വെഞ്ചറിമീറ്ററിന്റെ അപ്ലിക്കേഷൻസ് വരുന്നത് നമ്മൾ ഈ കാർബറേറ്ററിലും എയറോസോൾസിലും ഒക്കെയാണ് വെഞ്ചറിമീറ്ററിന്റെ അപ്ലിക്കേഷൻ വരുന്നത്. എങ്ങനെയാണ് വരുന്നത്? നമ്മളൊരു നോബ്, നമുക്കിപ്പോ ഫോർ എക്സാമ്പിൾ ഒരു സ്പ്രേ നടത്തുന്ന സമയത്ത് നമ്മൾ നോബ് ഇങ്ങനെ അമർത്തുന്ന സമയത്ത് ഒരു ഏരിയ, ആ ലിക്വിഡിന്റെ ഫ്ലോന്റെ ഒരു ഏരിയയിലെ ഈ തിന്നാവും, ഭയങ്കരമായിട്ട് തിന്നാവും. ആ തിന്നാവുമ്പോ അവിടുത്തെ വെലോസിറ്റി കൂടണം. അവിടുത്തെ വെലോസിറ്റി കൂടാൻ വേണ്ടി അത് അപ്പുറത്തെ ഏരിയന്ന് സക്ക് ചെയ്യും ലിക്വിഡിന്. അങ്ങനെ നമുക്ക് പുറത്തേക്ക് ഫ്ലോ ചെയ്യിപ്പിക്കാൻ പറ്റും. അതാണ് എയറോസോളിലും കാർബറേറ്ററിലും ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു വെഞ്ചറിമീറ്ററിന്റെ പ്രിൻസിപ്പിൾ ആണ് അവിടെ യൂസ് ചെയ്യുന്നത് മാത്രം മനസ്സിലാക്കുക. അടുത്തത് വേറെ ബെർണോളിസ് പ്രിൻസിപ്പിളിന്റെ വേറൊരു ആപ്ലിക്കേഷനാണ് ബ്ലഡ് ഫ്ലോ ആൻഡ് ഹാർട്ട് അറ്റാക്ക്. നമുക്ക് NCERT-ലുള്ള അപ്ലിക്കേഷൻസ് ആണ് ഞാൻ ഡീൽ ചെയ്യുന്നത്. അല്ലാത്ത അപ്ലിക്കേഷൻസിന് ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങൾ ആ ലോജിക് അനുസരിച്ച് തന്നെ മുന്നോട്ട് പോയാൽ മതി. ഈ ടൈപ്പ് ലോജിക്, ഈ ഒരു ആർഗ്യുമെന്റ്സ് തന്നെ യൂസ് ചെയ്താൽ മതി. ഇപ്പോ ബ്ലഡ് ഫ്ലോ ചെയ്യാണെന്ന് വിചാരിക്കാം. ബ്ലഡ് ഫ്ലോ ചെയ്യണ ആർട്ടറിയാണ് ഇപ്പൊ ഞാൻ കൺസിഡർ ചെയ്യണമെന്ന് വിചാരിക്കും. അതില് ഫാറ്റ് അടിഞ്ഞു കൂടിയിട്ട് നമുക്ക് ഒരു പ്രത്യേക സ്ഥലത്ത് ഫാറ്റ് അടിഞ്ഞു കൂടിയിട്ട് കൊളസ്ട്രോൾ ഒക്കെ ഉള്ളതുകൊണ്ട് ഫാറ്റ് അടിഞ്ഞു കൂടിയിട്ട് ഇങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ വന്നു എന്ന് വിചാരിക്കും. അപ്പൊ എന്താ സംഭവിക്കും? ഇവിടുത്തെ ഈ പോർഷനിലെ ഏരിയ കുറഞ്ഞു. അപ്പൊ ഏരിയ കുറഞ്ഞു മീൻസ് നമുക്ക് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പ്രകാരം ആ പോർഷനിലെ ബ്ലഡിന്റെ വെലോസിറ്റി കൂടുതലായിരിക്കും. കാരണം ഏരിയ കുറഞ്ഞതുകൊണ്ട് ആ വെലോസിറ്റി കൂടുതലായി മീൻസ് അവിടുത്തെ പ്രഷർ കുറവായിരിക്കും. അപ്പൊ ഇവിടുത്തെ ഈ ഭാഗത്തെ പ്രഷർ കുറവായതുകൊണ്ട് ഇവിടുന്നും എക്സ്ട്രാ, അതായത് ഇവിടുത്തെ എക്സ്ട്രാ പ്രഷർ വരുന്നുണ്ട്. ഇവിടുന്ന് എക്സ്ട്രാ പ്രഷർ കിട്ടിയിട്ട് ഫർദർ ഇത് ഏരിയ ഡിക്രീസ് ചെയ്യും. കാരണം ഇവിടുന്ന് പുറത്തെ എക്സ്ട്രാ പ്രഷർ കാരണം. അപ്പൊ ഏരിയ ഡിക്രീസ് ചെയ്യുന്നോണ്ട് ഇവിടുത്തെ കൂടുതൽ ബ്ലഡ് വേണം എന്നുള്ള അവസ്ഥ വരും. സക്ക് ചെയ്യണം, ആ വെഞ്ചറിമീറ്റർ നേരത്തെ പറഞ്ഞ പോലെ. അപ്പൊ ഹാർട്ട് പമ്പ്സ് മോർ, ഹാർട്ടിന് കൂടുതൽ പമ്പ് ചെയ്യേണ്ടി വരും. ഈ പ്രോസസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം ഇവിടുത്തെ വെലോസിറ്റി കൂടുന്നതനുസരിച്ച് പ്രഷർ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എക്സ്റ്റേണൽ പ്രഷർ കൂടിക്കൊണ്ടേയിരിക്കും. ഇവിടുത്തെ ബ്ലഡ് ഇത് കൊളാപ്സ് ചെയ്യാൻ വരെ ചാൻസ് ഉണ്ട്. ഇവിടുത്തെ ഈ സംഭവം കൊളാപ്സ് ചെയ്യാൻ വരെ ചാൻസ് ഉണ്ട്. ആർട്ടറിന്റെ വാൾ കൊളാപ്സ് ചെയ്താൽ ഹാർട്ട് പമ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു ഫിക്സഡ് സമയം കഴിയുമ്പോൾ ഹാർട്ട് അറ്റാക്ക് സംഭവിക്കും. അപ്പോൾ ഇത് ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുന്നതെന്നുള്ള ആ പ്രോസസ്സ് ബെർണോളിസ് പ്രിൻസിപ്പിളിന്റെ ഒരു ആപ്ലിക്കേഷനാണ്. വേറൊരു ആപ്ലിക്കേഷനാണ് എയറോഡൈനാമിക് ലിഫ്റ്റിംഗ്. ഇതില് രണ്ട് കാര്യങ്ങൾ. എയറോഡൈനാമിക് ലിഫ്റ്റിംഗിൽ രണ്ട് സംഭവങ്ങൾ. ഒന്ന് മാഗ്നസ് എഫക്റ്റ് ആണ് ഞാൻ ആദ്യം പറയുന്നത്. മാഗ്നസ് എഫക്റ്റ് നമുക്ക് ഒരു ബോള്, ക്രിക്കറ്റിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എഫക്റ്റ് ആണ്. ക്രിക്കറ്റിലൊക്കെ മനസ്സിലാവാൻ പറ്റുന്ന എഫക്റ്റ് ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു സ്പിൻ ബോളർ, ഫോർ എക്സാമ്പിൾ അശ്വിൻ ഇപ്പൊ ബോൾ ചെയ്യുന്ന സമയത്ത്
സ്പിന്നൊന്നും ഇല്ലാതെ നേരെ ബോൾ ചെയ്യാന്ന് വിചാരിക്കും. അതായത് ബോൾ സ്പിൻ ഇല്ലാതെ ഒരു എയറിലൂടെ പോകാന്ന് വിചാരിക്കും. ഇപ്പൊ ഫസ്റ്റ് കേസ് 1, ബോൾ വിത്തൗട്ട് സ്പിൻ. സ്പിൻ ഇല്ലാതെ ബോൾ നേരെ പോവാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വെലോസിറ്റിയും എയറിന്റെ വെലോസിറ്റിക്ക് സെയിം ആണ്. സോ v1 ഈക്വൽ ടു v2 ആണ്. സോ നോ ലിഫ്റ്റിംഗ് ഹാപ്പൻസ്. പ്രത്യേകിച്ച് ഒരു എഫക്റ്റും ഇല്ല, ലിഫ്റ്റിംഗ് ഒന്നും ഹാപ്പൻസ് ഇല്ല. ഇനി രണ്ടാമത്തെ കേസ് എടുത്ത് നോക്കാം, നമ്മുടെ കേസ് 2 വിത്ത് സ്പിൻ. സ്പിൻ ചെയ്യുന്നത് ആ ഡയറക്ഷനിലാണെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ ആരോ ആയിട്ട് കാണിക്കുകയാണ്, ഇങ്ങനെയാണ് സ്പിൻ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയാണ് സ്പിൻ ചെയ്യുന്നത്. എയർ വരുന്നത് ഒരു ബോൾ അങ്ങോട്ട് പോകാന്ന് പറഞ്ഞാൽ എയർ ഇങ്ങോട്ട് വരികയാണ്, എയർ വരുന്നത് ഇങ്ങോട്ടാണ്. അപ്പോ ഈ കേസില് ഈ ബോളിന്റെ സ്പീൻ ചെയ്യുന്നത് ഇങ്ങനെ ആയതുകൊണ്ട് അപ്പർ സൈഡ് ഓഫ് ദ ബോളില് ഈ ബോളിന്റെ സ്പീഡും എയറിന്റെ സ്പീഡും റിലേറ്റീവ്ലി നോക്കുകയാണെങ്കിൽ ബോളിന്റെ സ്പീഡും എയറിന്റെ സ്പീഡും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. സോ ഇവിടുത്തെ കേസില് റിലേറ്റീവ് വെലോസിറ്റി കൂടുതലായിരിക്കും. ഇവിടുത്തെ എയറിന്റെ റിലേറ്റീവ് വെലോസിറ്റി കൂടുതലായിരിക്കും ബോളിന്റെ ഈ മേലുള്ള എയർ. സിമിലർലി ഇവിടുത്തെ ഡൗൺവേർഡ് കേസിൽ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ കേസില് ബോളിന്റെ സ്പിന്നിന്റെ ഡയറക്ഷനും എയറിന്റെ ഡയറക്ഷനും സെയിം ആയതുകൊണ്ട് റിലേറ്റീവ് വെലോസിറ്റി ആണ് നമ്മൾ എടുക്കുക. സെയിം ഡയറക്ഷൻ ആകുമ്പോൾ സബ്ട്രാക്ട് ചെയ്യുക. സോ റിലേറ്റീവ് വെലോസിറ്റി കുറവായിരിക്കും. സോ വെലോസിറ്റി കൂടിയ സ്ഥലത്ത് ബെർണോളിസ് പ്രിൻസിപ്പിൾ പ്രകാരം പ്രഷർ കുറയണം. വെലോസിറ്റി കുറഞ്ഞ സ്ഥലത്ത് ബെർണോളിസ് പ്രിൻസിപ്പിൾ പ്രകാരം പ്രഷർ കൂടണം. സോ ഇവിടെ പ്രഷർ കൂടുതലും ഇവിടെ പ്രഷർ കുറവാകും. സോ വാട്ട് ഹാപ്പൻസ്, ബോള് മേലേക്ക് ഒരു പുഷ് വരും. ഇവിടെ പ്രഷർ കൂടിയ സ്ഥലത്ത് നിന്നും കുറഞ്ഞ സ്ഥലത്തേക്ക് ഒരു ലിഫ്റ്റിംഗ് വരും. അപ്പൊ ബോൾ മേലേക്ക് ലിഫ്റ്റ് ആവും. അങ്ങനെ ടോപ്പ് സ്പിൻ ചെയ്യുമ്പോൾ മേലേക്ക് ലിഫ്റ്റ് ആവുന്നതിന്റെ റീസൺ ഇതാണ്, ഈ ഒരു ഫാക്ടറാണ്. ഈ എഫക്റ്റിന് ദിസ് എഫക്റ്റ് ഈസ് കോൾഡ് മാഗ്നസ് എഫക്റ്റ്. ഓക്കെ, ഇനി എയറോഡൈനാമിക് ലിഫ്റ്റിംഗിൽ വേറൊരു സംഭവം എയറോഫോയിലിന്റെ പ്രിൻസിപ്പിൾ ആണ്. ഇപ്പൊ എയറോപ്ലെയിൻ ആയിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ, അപ്പൊ ബേർഡ്സ് ആണെങ്കിലും ഒക്കെ ഷേപ്പ് കൊണ്ട് അതിന് ലിഫ്റ്റിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു എയറോഫോയിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഷേപ്പാണ്. അപ്പൊ എയറോപ്ലെയിന്റെ വിങ്സിനൊക്കെ ഈ ഒരു ഷേപ്പ് പർട്ടിക്കുലർലി കൊടുക്കാറുണ്ട്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഇതിങ്ങനെ പോവാണെന്ന് വിചാരിക്കാം. ഇപ്പൊ ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ട്, എയറിന്റെ പാർട്ടിക്കിൾ. ആ പാർട്ടിക്കിള് ഈ പോയിന്റിലെത്താൻ എടുക്കുന്ന ടൈം തന്നെ ഇവിടുത്തെ പാർട്ടിക്കിൾ ഈ പോയിന്റിലെത്താൻ എടുക്കണം. ലോ സർഫസ് എന്താണ്, ഒരു ഫ്ലാറ്റ് സർഫസ്, മേലത്തെ കേർവ്ഡുമാണ്. അപ്പൊ ഇയാള് ഹാവ് ടു ട്രാവൽ മോർ ഡിസ്റ്റൻസ്. ഇയാൾക്ക് സ്മോൾ ഡിസ്റ്റൻസ് ഒരേ ടൈമിൽ. ഈ പാർട്ടിക്കിളിന് കൂടുതൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം, ഇയാൾക്ക് കുറച്ച് ഡിസ്റ്റൻസ് മതി ഒരേ ടൈമിൽ. അപ്പൊ എന്താണ് സംഭവിക്കുക, ഇയാൾക്ക് കൂടുതൽ ഒരേ ടൈമിലായതുകൊണ്ട് ഇയാൾക്ക് മേലത്തെ പാർട്ടിക്കിളിന് കൂടുതൽ വെലോസിറ്റി വേണം, താഴത്തെ പാർട്ടിക്കിളിന്റെ വെലോസിറ്റിയോ കുറവായിരിക്കും. ഓക്കെ, അപ്പൊ ഇതേ പ്രിൻസിപ്പിൾ ഉണ്ട്. ഇനി മേലത്തെ വെലോസിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രഷർ എന്തായിരിക്കും, ബെർണോളിസ് പ്രിൻസിപ്പിൾ പ്രകാരം കുറവായിരിക്കും. ഇവിടുത്തെ വെലോസിറ്റി കുറവായതുകൊണ്ട് ബെർണോളിസ് പ്രിൻസിപ്പിൾ പ്രകാരം പ്രഷർ കൂടുതലായിരിക്കും. അപ്പൊ കൂടിയ പ്രഷറിന് കുറഞ്ഞ പ്രഷറിലേക്ക് ലിഫ്റ്റിംഗ് സംഭവിക്കും. അപ്പൊ ഇവിടെയും എയറോഡൈനാമിക് ലിഫ്റ്റിംഗ് സംഭവിക്കുന്നുണ്ട് ബിക്കോസ് ഓഫ് ഷേപ്പ്. ഇവിടെ മാഗ്നസ് എഫക്റ്റിൽ എയറോഡൈനാമിക് ലിഫ്റ്റിംഗ് സംഭവിക്കുന്നുണ്ട് ബിക്കോസ് ഓഫ് സ്പിൻ.